وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കുന്നു. കേരളത്തിലെ സ്ത്രീകളും അവരുടെ ബന്ധുക്കളുമൊക്കെ ഇന്നലെ മുതൽ നല്ല സന്തോഷത്തിലാണ്. സൗജന്യയാത്ര. അങ്ങനെ പല സ്ത്രീകളും ആലോചിക്കുന്നുണ്ട് എവിടെയാണെന്ന് പോവുക. കുറെ കാലമായി പോയിട്ടില്ലാത്ത കുടുംബാംഗങ്ങൾ, യാത്രകൾ, രോഗസന്ദർശനം ഒക്കെ ഒന്ന് തുടങ്ങണം എന്ന് ആലോചിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭരണാധികാരികളുടെ നല്ല നീക്കങ്ങൾ ഉദ്ദേശ്യ ശുദ്ധിയോടുകൂടി കാണാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോ സ്ത്രീകൾക്ക് പുനരാരംഭിക്കേണ്ട മറ്റൊരു യാത്രയും അത് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ തുടങ്ങി പ്രകാശത്തിന്റെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മസ്ജിദിലേക്കുള്ള യാത്ര. അതിന് ആരുടെയും സൗജന്യമൊന്നും കാത്തിക്കേണ്ടതില്ല. നമ്മളുടെ വീട്ടുകാരുടെ സഹകരണവും പ്രോത്സാഹനവും പ്രേരണയും മസ്ജിദിലേക്ക് നടന്നു പോകുന്ന ഓരോ കാൽവെപ്പും കൂടിയാണ്. ഏറ്റവും പുണ്യമേറിയ സഫ് സ്ത്രീകളുടേത് ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖൈറു സുഫൂഫിൻ നിസാ. ഈ യാത്രയും ആരംഭിക്കണം. ക്ലാസുകളിലേക്കുള്ള യാത്ര, സമ്മേളനങ്ങളിലേക്കുള്ള യാത്ര അല്ലാഹുവേ അനുഗ്രഹിക്കണം. പുതിയ ഹിജ്റ കലണ്ടർ വരുമ്പോൾ 1448 മുഹറം മാസം 1 ആകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ നേട്ടക്കോട്ടങ്ങൾ എല്ലാം ആലോചിക്കാം. നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. കാലത്തെ സത്യം ചെയ്തു തുടങ്ങി ഒരുപാട് സന്ദർഭങ്ങളെയും സമയങ്ങളെയും സാക്ഷ്യം വഹിപ്പിച്ചുകൊണ്ട് ശപഥം ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സമയങ്ങളെല്ലാം പൊന്നാക്കി മാറ്റാം. തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളിൽ മുന്നേറാൻ തീരുമാനിക്കാം. ആരും പറയാതെ, ആരും വിളിക്കാതെ ജമാഅത്ത് നിസ്കാരത്തിന് എല്ലാവരെയും കൂട്ടിയെത്താൻ സ്വയം തീരുമാനമെടുക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ സ്ത്രീധനം ഉള്ളതും ഇല്ലാത്തതും, ആർഭാടം ഉള്ളതും ഇല്ലാത്തതും, തെക്കൊത്ത് ഉള്ളതുമില്ലാത്തതും എന്നെ വേർതിരിക്കാൻ നമുക്ക് ശ്രമം നടത്താം. ശിർക്കും ബിദ്അത്തും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുമ്പോൾ മിണ്ടാതിരിക്കുന്ന പലരുമുണ്ട്. സ്വന്തം കുടുംബക്കാരോട് പോലും ഒന്ന് തൗഹീദ് പറയാൻ, അടുത്തിരിക്കുന്ന ആളോട് ശിർക്കിനെ കുറിച്ചൊന്ന് പറയാൻ മിണ്ടാത്ത, നാവ് ഉയരാത്ത, മെസ്സേജ് ഒന്നയക്കാൻ തയ്യാറില്ലാത്ത ദുഷ്ട മനസ്സ്, ഇത് പൈശാചികമായ മനസ്സ്. അതുകൊണ്ട് നമുക്ക് നല്ല മനസ്സ് കാണിക്കാം. എല്ലാവരും സ്വർഗത്തിൽ പോണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. എല്ലാ നിലക്കുമുള്ള ഒരു മാറ്റത്തിന്റെ തുടക്കം തുടരാത്തവർ അത് ഈ ദിവസം മുതൽ ആകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. മുഹറം 10 കഴിയട്ടെ എന്ന് നെഹ്സാണ് എന്ന് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ഇപ്പോഴും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. കലണ്ടറിലൊക്കെ മാറി 132 ദിവസം കൊല്ലത്തിൽ നെഹ്സായി, അതൊക്കെ മാറി. എന്നാലും ആ വിശ്വാസം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വലിയൊരു കോംപ്ലക്സിന്റെ കൂട്ടത്തിലുള്ള ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞപ്പോ അവർ പറയുന്നുണ്ട് മുഹറം 10 കഴിയും. ആരാ പറഞ്ഞത്? മുഹറം എന്ന മാസത്തിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? എന്താ മുഹറം എന്നതിന്റെ അർത്ഥം പറയും? മുഹറം എന്താർത്ഥം? പരിശുദ്ധമായ. മസ്ജിദുൽ ഹറാം എന്താർത്ഥം? പരിശുദ്ധമായ. ശഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം. എന്നിട്ടാണ് നഹ്സ് എന്ന് നേരെ എതിരായി പറഞ്ഞത്. അതാരാ പറയുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നവരല്ല, പക്ഷേ തൗഹീദിന്റെ ശത്രുക്കൾ, സുന്നത്തിന്റെ ശത്രുക്കൾ, അള്ളാഹുവെ കാക്കണേ എന്ന് മാത്രം പറയുന്ന ഒരാളെ വെറുപ്പോടുകൂടി അള്ളാഹുവെ കാക്കണേ, മൊഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്നാണെങ്കിലോ ഭയങ്കര ഇഷ്ടം.
അള്ളാഹുവെ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയുന്നവരെ മുശ്രിക്ക് എന്നാണ്, കാഫിർ എന്നാണ് ഇസ്ലാം വിളിച്ചത്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റണമെങ്കിൽ നമ്മുടെ മൊബൈൽ പ്രവർത്തിക്കണം, നമ്മുടെ നാവ് പ്രവർത്തിക്കണം. മിണ്ടാതിരിക്കുന്ന ആ പൈശാചികത നമ്മൾ മാറ്റിയെടുക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാണ്. സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാ ദിവസവും എല്ലാ വർഷവും പിറക്കുമ്പോഴും അസ്തമിക്കുമ്പോഴുമെല്ലാം ആകാൻ റബ്ബെ അനുഗ്രഹിക്കണം. നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് റബ്ബെ നൽകണം. നല്ല ഒരു ലോകം അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണം. യുദ്ധത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള അസമാധാന ശാന്തിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണേ റബ്ബെ. രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് ശിക്ഷ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.